കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര വാളകം GJM ഡി അഡിക്ഷൻ സെൻ്ററിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ ഡി അഡിക്ഷൻ സെൻ്ററിൻ്റെ ഡയറക്ടർ ഫാദർ ജിനു എബ്രഹാം ജോർജുമായി അദ്ദേഹം ഇവിടെ എങ്ങനെയാണ് ലഹരിയിൽ അകപ്പെട്ടവരെ മുക്തരാക്കുന്നത് എന്ന് നമ്മോട് സംസാരിക്കുന്നു. നമുക്ക് അദ്ദേഹത്തെ കാണാം. ഈ സെൻ്ററിനെ കുറിച്ച് എന്താണ്? മലങ്കര മാർത്തോമാ സുറിയാനി സഭ കൊട്ടാരക്കര പുല്ലൂർ ഭദ്രാസനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഡി അഡിക്ഷൻ സെൻ്ററാണ്. ദീർഘവർഷങ്ങളായിട്ട് ഡി അഡിക്ഷൻ സെൻ്ററായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, എല്ലാ തരത്തിലുള്ള ലഹരി ആസക്തരെയും ചികിത്സിക്കാനായിട്ട് ഒരു ക്രമീകരണം ഈ സ്ഥാപനത്തിലുണ്ട് എന്നുള്ളതാണ്. പ്രധാനമായും ശാരീരികമായ ബുദ്ധിമുട്ടുള്ളവർക്ക് അത്തരത്തിൽ മെഡിസിൻ ത്രൂവും, അതേപോലെ മാനസികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് സൈക്കോളജിക്കൽ ട്രീറ്റ്മെൻറ്റുമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുമാത്രവുമല്ല, അങ്ങനെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞവർക്ക് ഒരു അനുധാവന പ്രവർത്തനം ഇവിടെ ഉണ്ട്. അനുധാവന പ്രവർത്തനം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നിലനിന്ന് പോകുന്നതിനെക്കുറിച്ച് സപ്പോർട്ട് സിസ്റ്റം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രീറ്റ്മെൻറ്റ് കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ചൊരു അവയർനെസ് ഒക്കെ നമ്മൾ കൊടുത്തതിന് ശേഷം അവരെ തിരിച്ച് സൊസൈറ്റിയിലെ, അതായത് സമൂഹത്തിലേക്ക് വിടുന്നത്. അപ്പം അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നൊരു ഡി അഡിക്ഷൻ സെൻ്ററാണ്. ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമനുസരിച്ച് മദ്യം മാത്രമല്ല, സിന്തറ്റിക് ഡ്രഗ്സ് ഉണ്ട്, അതേപോലെ ഇടക്കാലത്തെ പ്രശ്നം ഇപ്പോഴും തുടരുന്ന കഞ്ചാവ് എന്ന് പറയുന്ന അതിനുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും ഓരോ തരത്തിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഓരോ വ്യക്തികൾക്ക് വേണ്ടിയുള്ള അതെ ഓരോ വ്യക്തികളെയും ഫോക്കസ് ചെയ്ത് പേഴ്സണൽ കൗൺസിലിങ്, ഗ്രൂപ്പ് തെറാപ്പീസ്, അതേപോലെ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് ചേർന്നുള്ള ഫോളോ അപ്പ് മീറ്റിംഗ്സ്, ഇതെല്ലാം ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പ്രായമില്ല. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് കണ്ടിട്ട് എനിക്ക് യങ്സ്റ്റേഴ്സാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. ഒരു കാലത്ത് ഡി അഡിക്ഷൻ സെൻ്ററിൽ പ്രായമുള്ളവരെയാണ് നമ്മൾ കണ്ടിരുന്നതെങ്കിൽ ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകത ഏറ്റവും ചെറുപ്പം, അതായത് പ്രായം കുറഞ്ഞു വരികയാണ്. ഞാൻ അടുത്തിടയ്ക്ക് കിട്ടിയ ന്യൂസ് അനുസരിച്ച്, എൻ്റെയും വന്ന ഇൻഫർമേഷൻ അനുസരിച്ച് 12 വയസ്സ് വരെ ഉള്ളവർ ട്രീറ്റ്മെൻറ്റ് നീഡ് വരുന്നുണ്ട്. അങ്ങനെ ഒരു അപകടമാണ് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകത, ഇതിന് റീഹാബിലിറ്റേഷൻ ഉണ്ടെന്നുള്ളതാണ്. അതായത് ട്രീറ്റ്മെൻറ്റിന് ശേഷം ഒരാൾക്ക് പുറത്തു പോകാൻ താല്പര്യമില്ല, കുറേ കാലം ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംവിധാനം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതിന് ആസ് യൂഷ്വൽ ട്രീറ്റ്മെൻറ്റിലുള്ള പോലെ തന്നെ അവരുടെ എല്ലാ ഷെഡ്യൂൾസും ഈ ട്രീറ്റ്മെൻറ്റിനുള്ളവർ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് യോഗ മുതൽ സ്റ്റാർട്ട് ചെയ്യും. പിന്നീട് അവരുടെ ഒരു മെഡിറ്റേഷൻ പ്രെയറൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരവരുടെ ഇൻട്രസ്റ്റിംഗ് ഏരിയാസ് ഉണ്ട്. ഓരോരുത്തർക്കും ഓരോ അറിയാവുന്ന ജോലികൾ ഈ സ്ഥാപനത്തിലൊന്നുകിൽ അല്ലെങ്കിൽ പുറത്തെ ഏതെങ്കിലും അസോസിയേറ്റഡ് സ്ഥാപനങ്ങളിൽ, സഭയുടെ തന്നെ ആ സ്ഥാപനങ്ങളിൽ പോയി അവർക്കത് വർക്ക് ചെയ്യാനുള്ള ചെറിയൊരു ഏണിങ് കിട്ടുന്ന രീതിയിലാണ് റീഹാബിലിറ്റേഷൻ സെറ്റ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും എല്ലാ ദിവസവും കിട്ടുന്നുണ്ടോ എന്നുള്ളതും പറയാനില്ല. എന്നാൽ മിക്കവാറും ദിവസങ്ങളിൽ അവസരം ഉള്ളപ്പോഴൊക്കെ ജോലിയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരു വെറുതെ അങ്ങിരുന്ന് മുഷിഞ്ഞ ഒരു റീഹാബിലിറ്റേഷൻ അല്ല, അവർ വർക്ക് ഓറിയൻറ്റഡ് ആയിട്ടാണ് സൊസൈറ്റിക്ക് ഗുണമുള്ള രീതിയിലാണ് നിർത്താനായിട്ട് ഉദ്ദേശിക്കുന്നത്. മൂന്നാമത്തെ ഒരു പ്രധാന ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൻ്റെ അകത്ത് ഈ ട്രീറ്റ്മെൻറ്റിൽ തന്നെ ഡി അഡിക്ഷനിൽ വരുന്നൊരു സാധനമാണ് നമ്മുടെ ഹൗസ് വിസിറ്റ്, ഫോളോ പ്രോഗ്രാംസ്, മീറ്റിങ്സ്, ഇതെല്ലാം ക്രമീകൃതമായിട്ട് ഈ സ്ഥാപനത്തിൻ്റെ ചുമതലയിൽ നടക്കുന്നുണ്ടെന്നുള്ളതാണ് ഈ ഒരു ഡി അഡിക്ഷൻ്റെ പ്രത്യേകത. ഒരു ഫോക്കസോട് ഈ റീഹാബിലിറ്റേഷനിലുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം പഠനം പൂർത്തിയാക്കാത്ത ഒരു കുട്ടികൾ വരുവാണെങ്കിൽ അങ്ങനെയുള്ളവരെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും എന്നുള്ളതാണ്. അപ്പം അവർ ഒരു ട്രേഡിലും എത്തിച്ചേർന്നിട്ടില്ല, അങ്ങനെ മിക്കവാറും അത് കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും, അല്ലെങ്കിൽ അതിന് ഗൈഡ് ചെയ്യും. അപ്പം അവർക്ക് അത് താല്പര്യമില്ലെന്ന് പറയുന്നത്. അങ്ങനെ വരുവാണെങ്കിൽ അവർക്ക് ഏതാണ് ഇൻട്രസ്റ്റിംഗ് ഏരിയ അത് കണ്ടുപിടിച്ചിട്ട് ആ ഏരിയയിലേക്ക് ഫോക്കസ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കുറച്ച് പേര് ഇവിടെ നിന്ന് പഠിക്കുന്നവരുണ്ട്, ഇവിടെ നിന്ന് ജോലിക്ക് പോകുന്നവരുണ്ട്. അപ്പോൾ അത് കുറേ കാലം എടുക്കുന്നൊരു പ്രോസസ്സാണ്. ഒറ്റയടിക്കുന്ന സൊസൈറ്റിയിലെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇറക്കി വിടുന്നത് അത് അത്ര എല്ലാവർക്കും ഒരേപോലെ സുഖമല്ല. അത് നല്ല രീതിയിൽ അവർ ട്രീറ്റ്മെൻറ്റ് ക്യൂറായി എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മളിവിടെ ഈ ഒരു പറഞ്ഞ, അതായത് പഠനവും അതിനെ കാര്യങ്ങൾ അതിപ്പം ഈ ഒരു 2024 തുടങ്ങിയതാണ്. 2024 ഏപ്രിലാണ് തുടക്കം വരുന്നത്. അന്ന് മുതലാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോഴാണ് ഈ ഒരു ഫസ്റ്റ് ബാച്ച് തീരുന്നല്ലേ ഉള്ളൂ, അക്കാഡമിക് ഇയർ തീരുമല്ലോ. 10ഓളം പേര് ഇതിനകത്തുണ്ട്. അതല്ലാതെ റീഹാബ് ഒരു 5-6 പേര് നിൽക്കുന്നുണ്ട്. ഫുൾ കപ്പാസിറ്റി ഇതിൻ്റെ 32 ആണ്.
ഫാമിലീസ് വരുന്നത്. 32 ഫാമിലീസിനെയാണ് അക്കോമഡേറ്റ് ചെയ്യാൻ സാധ്യതയുള്ളത്. എന്നാൽ ഇപ്പോഴത്തെ ഈ കഴിഞ്ഞിടയ്ക്കത്തെ ഒരു സർക്കുലറും ഒരു ന്യൂസിൽ വന്ന പോലെ എല്ലാ ഡി അഡിക്ഷൻ സെൻറ്ററിലും ആൾ കൂടുതലുള്ളതുകൊണ്ട് ഇവിടെയും നമ്മുടെ നമ്പറിന് പുറത്താണ് നിൽക്കുന്നത്. അതാണ് ഇവിടുത്തെ ഒരു നമ്പർ വൈസ് അപ്ഡേഷൻ. ചില കേസ് അവർ അജിറ്റേറ്റഡ് ആവാറുണ്ട്. അപ്പം അവരെ ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നത് നമ്മൾ തിരിച്ച് ഇറിറ്റേറ്റ് ചെയ്യാതെ നമ്മൾ ഒഴിഞ്ഞു മാറി കാമായിട്ട് നിൽക്കാനായിട്ടാണ് നമ്മൾ സാധാരണ ചെയ്യാറുള്ളത്. അങ്ങനെയുള്ളവർ വരാറുണ്ട്. മെഡിക്കൽ സൈഡുണ്ട്, ഡോക്ടേഴ്സുണ്ട്, സൈക്കാട്രിസ്റ്റ് നമുക്ക് വിസിറ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ അതേപോലെ ഫിസിഷ്യനുണ്ട്, കൗൺസിലിംഗ് ടീമുണ്ട് നമുക്കിവിടെ. അതേപോലെ നമുക്ക് പിയർ കൗൺസിലേഴ്സ് ഉണ്ട്. പോയതിന് ശേഷം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവർ വീട്ടിലെ ജോലി അതേപോലെ തന്നെ ഫോളോ അപ്സും കണ്ടക്ട് ചെയ്യാൻ കേപ്പബിളായിട്ടുള്ള ആൾക്കാരെ നമ്മൾ അങ്ങനെ പിയർ കൗൺസിലേഴ്സായിട്ടും വെക്കും. ഇതാണ് മെയിൻ ഡി അഡിക്ഷൻ ട്രീറ്റ്മെൻറ്റ് ടീമുള്ളത്. ഡി അഡിക്ഷൻ ഇല്ല, അങ്ങനെ ഡി അഡിക്ഷനിൽ അങ്ങനെ പ്രധാനമായിട്ടും പുരുഷന്മാരാണ് വരുന്നത്. അല്ല, ഞാൻ ഇതുവരെ ഈ സ്ഥാപനത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ ഉണ്ടെന്നുള്ളതാണ് റിപ്പോർട്ട്. ബൈസ്റ്റാൻഡർ ഓഫ് കോഴ്സ് വേണം. അപ്പോൾ ഇവിടുത്തെ അതിലും ഫാമിലിയാണ് ബൈസ്റ്റാൻഡറായിട്ട് വേണ്ടത്. എന്ന് വെച്ചാൽ ഹസ്ബൻഡ് ആണെങ്കിൽ വൈഫ് നിൽക്കണം, വൈഫ് നിന്നാൽ ഹസ്ബൻഡ് നിൽക്കണം. അങ്ങനെ ആയിരിക്കും ഫോക്കസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു അതായിരിക്കും ഇച്ചിരി കൂടെ എഫക്റ്റീവ് എന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ അവരുടെ മാതാപിതാക്കളാണ് അവർ കൂടെ ഉണ്ടാവണം. ഇവിടുത്തെ എല്ലാ ചിലവും കൂടെ വരുന്നതനുസരിച്ച് 25,000 ആണ്. അത് ഫുഡ്, അക്കോമഡേഷൻ, ഇതിൻ്റെ കാര്യങ്ങളെല്ലാം പ്ലസ് എന്താണോ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റിന് മെഡിസിൻസ് യൂസ് ചെയ്തിട്ടുണ്ട്, ടെസ്റ്റിങ്, ലാബ് ടെസ്റ്റിംഗ് കാണും, മെഡിസിൻസ് വരും, അതിൻ്റെ ചിലവ് അതെത്രയാണെന്ന് നമുക്ക് ഒരാൾ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. ബേസിക്കലി 25,000 രൂപ 2 പേർക്കുള്ള എക്സ്പെൻസ് ആണ് വരുന്നത്. അതെ, ഇവിടുന്ന് ഇറങ്ങുമ്പോൾ ആ ഒരു നോർമൽ ഇതിലേക്ക് വരും. രണ്ടാമത്തെ ഒരു കാര്യം, റിലാപ്സ് എന്ന് പറഞ്ഞൊരു റിയാലിറ്റിയാണ്, യാഥാർത്ഥ്യമാണ്. പുറത്ത് പോയി കഴിഞ്ഞാൽ അതിനുള്ള സാധ്യതയുണ്ട്. പക്ഷെങ്കിൽ ഒരു ഫോളോ അപ്പ് ഒരു വിധം വരെ തടയാനുള്ള സാധ്യതയുണ്ട്. റിലാപ്സ് എന്ന് വെച്ചാൽ പിന്നെയും ഉപയോഗിക്കുന്നതിന് അതിനെ തടയാനുള്ള സാധ്യതയുണ്ട്. റിലാപ്സ് ഉണ്ട് എല്ലാ കേസസിലും. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പം നമ്മൾ അതിന് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇവിടുന്ന് പുറത്തു പോയതിന് ശേഷവും പിന്നീട് ലഹരിയിലേക്ക് തിരിച്ചു പോകുന്നവരുണ്ട്. അങ്ങനെയുള്ളവർ പിന്നീട് നമ്മൾ അസുഖം വന്നാൽ പിന്നെ ചികിത്സിക്കുക എന്നുള്ളതല്ലേ നമ്മുടെ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ജീവിത നിലവാരമല്ല താണു പോകുമല്ലോ. അതെ 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 അതെ. എത്ര പേരോട് വർക്ക് ചെയ്യുന്നുണ്ട്? 12ഓളം സ്റ്റാഫുണ്ട്. കൺസൾട്ടൻസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, സ്റ്റാഫ് നേഴ്സ് ഉണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്. അത് ട്രീറ്റ്മെൻറ്റിന് ശേഷം റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ആൾക്കാർ നമുക്കിവിടെ വാർഡനായിട്ടുണ്ട്, യോഗ തെറാപ്പിസ്റ്റ് ആയിട്ടുണ്ട്, ഗ്രൗണ്ട് സ്റ്റാഫ്, കിച്ചൺ സ്റ്റാഫ്, പ്രധാനമായിട്ട് ഇത്രയും സ്റ്റാഫാണ് നമുക്കുള്ളത്. പ്രായഭേദമന്യേ ഇപ്പം ഇത് കഴിച്ചിട്ട് മദ്യവും മയക്കുമരുന്നും കഴിച്ചിട്ട് ആരും തിരിച്ചറിയപ്പെടാതെ കൊലപാതകങ്ങളും മറ്റൊക്കെ ചെയ്യുന്ന കാലഘട്ടത്തിൽ പുതിയതലമുറ സഞ്ചരിക്കുകയാണ്. അതിന് എന്താണ് ഒരു അച്ഛന് ഇന്നത്തെ ഡയറക്ടർമാർ ഈ സ്ഥാപനം ഡയറക്ടറിന് ഒരു ഉപദേശം കൊടുക്കാനുള്ള? ഒരാൾക്ക് മാത്രമായിട്ടൊരു ഉപദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു സൊസൈറ്റിയുടെ എന്തൊക്കെ മാറ്റങ്ങളാണ് വേണ്ടത് അവർക്ക്? നമ്മളിതിലേക്ക് പലപ്പോഴും കുട്ടികൾ പലപ്പോഴും ചോദിക്കുമ്പോഴും പറയുന്നത് ഞങ്ങൾക്ക് വീട്ടിലെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പഠന പ്രശ്നമുണ്ട് ഒക്കെ ഉണ്ടാകും. അപ്പം അതിൽ സമൂഹത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന എന്താണ്? ഞാൻ പറഞ്ഞത് എല്ലാവരും അതിനകത്തൊരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളതാണ്. അതായത് ഇപ്പം മേളിത്തട്ടി തൊട്ട് താഴേക്കിടയിൽ നിൽക്കുന്ന ഒരുപക്ഷെ ഒരു സ്കൂളിൻ്റെ പരിസരത്ത് കട നടത്തുന്ന വ്യക്തിക്ക് വരെ ഇതിനകത്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. സാഹചര്യമാണ് കേരളത്തിലുള്ളത്. കാര്യം ഒരാളെ പരാതി പറയാൻ പറ്റത്തില്ല, അത്ര കണ്ട് ഇത് വളർന്നിരിക്കുന്നു. ഒരു പരിഹാരം എന്താണ് ഇന്നതാണ് എന്ന് പറയാനായിട്ട് എനിക്കില്ലെങ്കിൽ തന്നെ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളോടുള്ള ബന്ധം വർദ്ധിപ്പിക്കുകയും അതേപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവരെ ഒന്ന് കൂടുതൽ അടുത്തറിയാനൊരു ശ്രമം
പോലീസിൻ്റെ അടുത്ത് നിന്നൊരു നിർദ്ദേശം ഇങ്ങനെയാണ്, അവർ സഞ്ചരിക്കുന്ന വഴികൾ, അവരുടെ ബാഗുകൾ, അവരുടെ കൂട്ടുകാരാരാണ്. അപ്പോൾ അത്രയൊക്കെ അടുത്തറിയാൻ പേരൻസിൻ്റെ അടുത്തുനിന്നൊരു ശ്രമം. ഇനി അങ്ങനെ പേരൻസ് ഇല്ലാത്തൊരു ഒരു സമൂഹമാണെങ്കിൽ അവരെ ടേക്ക് കെയർ ചെയ്യുന്ന ആരാണോ അവരങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള ഒരു ശ്രമം നടത്തി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നടക്കും എന്നുള്ളതാണ്. എന്നിരുന്നാൽ തന്നെയും നമുക്ക് ചുറ്റും ഇങ്ങനൊരു സാധനമുള്ള സ്ഥിതിക്ക് ഞാൻ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ എനിക്കാണെങ്കിലും എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് പോലീസ് ഇച്ചിരി മുൻകൈ എടുത്തത് പ്രവർത്തിക്കുന്നുണ്ട്, കണ്ടുപിടിക്കാനൊക്കെ തടയാനൊരു ശ്രമം നടന്നുണ്ട്. പോലീസ് മാത്രമല്ല, എല്ലാ ഏജൻസീസും ഒന്നിച്ച് പ്രവർത്തിക്കണം. ഞങ്ങൾക്കൊരു ഡ്യൂട്ടി ഉണ്ട്, നിങ്ങൾക്കൊരു ഡ്യൂട്ടി അതിനകത്തുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമ്മളൊരു ഇൻഫർമേഷൻ കൊടുക്കുമായിരിക്കും ചെയ്യേണ്ടത്, ഇന്നടുത്ത് ഇതുണ്ട് എന്നുള്ളത്. വേറൊരു സാഹചര്യത്തിൽ നമുക്ക് പരിചയമുള്ളൊരു കുട്ടിയെ ആ സാഹചര്യത്തിൽ നിന്ന് മാറ്റിക്കൊണ്ട് വരുമായിരിക്കും ചെയ്യേണ്ടത്. എന്താണ് എക്സാക്ട്ലി ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഇത് ചെയ്യണം എന്നെനിക്ക് മനസ്സിലാവുന്നില്ല, എനിക്ക് പറയാനും അറിയത്തില്ല. പക്ഷേ ഒറ്റ കാര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെയാണ് പോകുന്നത്, എവിടെ തിരിച്ചു വരുന്നത്, ആരാണ് സുഹൃത്തുക്കൾ, ഇതിനെക്കുറിച്ചൊരു അവബോധം നമുക്കുണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. ഇങ്ങനെ സ്ഥാപനം ആരംഭിക്കാനുണ്ടായ കാര്യം സഭയുടെ ഒരു സഭയുടെ ഒരു മാർത്തോമ്മ സഭയുടെ ഒരു വിഷൻ എല്ലാ കാലത്തും ഈ സഫർ ചെയ്യുന്നവർക്കൊരു കൈത്താങ്ങാകുക, അവരെ ആ ഒരു സഫറിങ്ങിൽ നിന്ന് ഒന്ന് എന്നാ പറയുന്നത് അവരുടെ ജീവിത നിലവാരം ഒന്ന് ഉയർത്തുക എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ വിഷമത അനുഭവിക്കുന്നത് ഒരു ലഹരിയാസക്തൻ്റെ കുടുംബവും എൻ്റെ ഭാര്യ മക്കളും ഒക്കെ ആയിരിക്കും. ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നത് അവൻ്റെ മാതാപിതാക്കളുമായിരിക്കും. അപ്പം അങ്ങനെയുള്ളവർക്ക് കൈത്താങ്ങായി കഴിഞ്ഞാൽ സഭയുടെ ഒരു മെയിൻ വീക്ഷണം ഇതിൽ നിന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ രക്ഷപ്പെടുമ്പോൾ ഒരു 5 പേരോടാണ് ചേർന്ന് രക്ഷപ്പെടുന്നത്. അപ്പം അതൊരു സമൂഹത്തിനൊരു വലിയൊരു മാറ്റം ഉണ്ടാവും, ചുറ്റുപാടുമുള്ള ദേശത്തിനൊരു മാറ്റം ഉണ്ടാവും എന്നുള്ളതാണ്. ആ ഒരു ദർശനം മുന്നിൽ കണ്ടാണ് സഭ ഇപ്രകാരം ഈ ഒരു ഡീഅഡിക്ഷൻ വർക്ക് തുടങ്ങുന്നത്. ഈ സ്ഥാപനത്തിൻ്റെയും മെയിൻ ഒരു ഉദ്ദേശവും അത് തന്നെയാണ്. ഈ സമീപമുള്ള പ്രദേശത്ത് ഇത് കൂടുന്നുണ്ട് എന്ന് കണ്ട് അതിനോടുള്ള സഭയുടെ ഒരു റെസ്പോൺസാണ്. ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചതുപോലെ ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, ആശ്വാസം എപ്പോഴും ക്രമീകരിക്കുന്നത് ഒരു അവയർനെസ് കൊടുക്കും സൊസൈറ്റിക്ക്. ഇതിനെതിരെയുള്ള ഈ സ്കൂളുകളിൽ പോയുള്ള പ്രോഗ്രാംസ് ഒക്കെ നടക്കാറുണ്ട്. ഈ കഴിഞ്ഞ 26-ാം തീയതി ജൂൺ 26-ാം തീയതി അന്താരാഷ്ട്ര ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ അന്ന് നമ്മൾ ഈ MC റോഡ് സൈഡിൽ ഇതുവഴി കടന്നു പോകുന്നവർക്കൊക്കെ അവയർനെസ് നമ്മൾ കൊടുത്തിരുന്നു. അങ്ങനെ എല്ലാ പ്രോഗ്രാംസും അങ്ങനെ കോർഡിനേറ്റ് നമ്മൾ ചെയ്യാറുണ്ട്. അവയർനെസ് ഒരു പ്രധാന ഘടകമാണ്. ഇതിലേക്ക് ഇനി ഒരാളും പോകരുത്, പോയവരെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് സഭയുടെ ഒരു പ്രധാന ഉദ്ദേശം. ഇപ്പോൾ നമ്മളിപ്പോൾ ഈ അടുത്ത കാലത്താണ് ഒരുപാട് ഈ വാർത്താമാധ്യമങ്ങളൊക്കെ വന്നുകൊണ്ടായിരിക്കാം ഒരുപാട് ഇത് മയക്കുമരുന്ന്, മദ്യം അല്ലെങ്കിൽ പറയുന്ന ഇതൊക്കെ കുറിച്ച് പുറത്തു വരുന്നത്. പണ്ടത് ഉണ്ടായിരുന്നോ നിങ്ങളത്? അപ്പോൾ ഇത് ഒരുപാട് മുൻകൂട്ടി കണ്ടുകൊണ്ടാണോ വാർത്താവസ്ഥ ഇങ്ങനെ സ്ഥാപനം മുൻകൂട്ടി കണ്ട് ഇതിനൊരു തടയിടാം എന്ന് വിചാരിച്ചാണോ തുടങ്ങിയതാണോ എൻ്റെ ചോദ്യം. അങ്ങനെ ഇതൊരു വിപത്താണെന്നുള്ളത് കണ്ടിട്ടാണ് അന്ന് ശ്രദ്ധിച്ചിരുന്നപ്പോൾ അത് വളരുന്നുണ്ട്, അതിനെതിരെ ഒരു അവയർനെസ് കൊടുക്കണം എന്നുള്ളത് കണ്ട് തന്നെയാണ്. വളരെ സന്തോഷം. ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങി ഇത് ഒരുപാട് നന്മയിലേക്ക് വളരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അപ്പോൾ ഡീഅഡിക്ഷൻ സെൻ്ററിൻ്റെ ഒരു ക്ലാസ്സുകൾ നയിക്കുന്നുണ്ട്. അതെ, എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അനുഭവങ്ങൾ ക്ലാസ്സുകൾ നയിക്കുന്നത്? ഈ ലഹരിക്ക് അടിമപ്പെട്ടവരാണല്ലോ, അവർക്ക് എങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകൾ നയിക്കാൻ പറ്റുന്നത്? നമ്മളിവിടുത്തെ ക്ലാസ് എന്ന് പറയുമ്പം നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ക്ലാസ്സുകൾക്കാണ്. ഇപ്പം 4 ആഴ്ചത്തെ ക്ലാസ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പം 4 വീക്ക് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വീക്ക് അഡിക്ഷൻ, സെക്കൻഡ് വീക്ക് ഫാമിലി, തേർഡ് വീക്ക് റിലാപ്സ്, ഫോർത്ത് വീക്ക് റിക്കവറി എന്ന രീതിയിലായിരിക്കും. ആദ്യത്തെ ആഴ്ച അഡിക്ഷൻ, എങ്ങനെയാണ് നമ്മൾ അഡിക്റ്റഡ് ആകുന്നത്, അത് കാരണം നമുക്ക് വരുന്ന ഫിസിക്കൽ മെൻ്റൽ കോൺസിക്വൻസസ് എന്തൊക്കെയാണ്, മൾട്ടിപ്പിൾ അഡിക്ഷൻസ്, ഇന്നത്തെ കാര്യമായിരിക്കും ആദ്യത്തെ ആഴ്ച. രണ്ടാമത്തെ ആഴ്ച വരുമ്പോൾ നമുക്ക് ഫാമിലി, നമ്മളെ കുടുംബത്തെ ലഹരി ഉപയോഗിക്കുന്ന കാരണം നമ്മളെ കുടുംബത്തെ അതെങ്ങനെ ബാധിക്കുന്നു. ഇപ്പം കാരണം ഒരാളുടെ പേഴ്സണാലിറ്റി വരുന്നത് കുടുംബത്തിൽ നിന്നാണ്. അപ്പം ആ ഒരു നല്ലൊരു പാരൻസ് എങ്ങനെ നമുക്കാവും, പാരൻറ്റിങ് എങ്ങനെ നല്ല രീതിയിൽ ചെയ്യാം. അപ്പം നമ്മുടെ പാരൻസ് ആയിരിക്കാം, നമ്മുടെ ഭാര്യ ആയിരിക്കാം, മക്കളായിരിക്കാം, അതിനൊക്കെ ഈ ലഹരി, നമ്മൾ ഉപയോഗിക്കുന്ന ലഹരി എങ്ങനെ ബാധിക്കുന്നു. മദ്യപാനം ഒരു കുടുംബ രോഗം ആണ്. അപ്പോൾ അതിനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും രണ്ടാമത്തെ ആഴ്ച. മൂന്നാമത്തെ ആഴ്ച റിലാപ്സ്, ഈ മദ്യപാനം നമ്മൾ നിർത്തിയതിന് ശേഷം, ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ ശേഷം, മദ്യം നിർത്തിയ ശേഷം നമ്മൾ വീണ്ടും മദ്യപിക്കുന്നതിനാണ് റിലാപ്സിലോട്ട് പോകുന്നതെന്ന് പറയും. അതിൽ പോകാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യം ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ട്രിഗർ ചെയ്യുന്നത്, പ്രേരക ഘടകങ്ങൾ, ട്രിഗർ ഫാക്ടേഴ്സിനൊക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും മൂന്നാമത്തെ ആഴ്ച. നാലാമത്തേത് റിക്കവറി, പൂർണ്ണമായിട്ട് നമുക്ക് എങ്ങനെ ഒരു
ഇതിൽ നിന്ന് റിക്കവർ ആകാം. അപ്പോൾ അതിന് കാരണം നമുക്ക് മദ്യപാനം ഉപയോഗിക്കുമ്പോൾ അമിതമായ ദേഷ്യവും സ്ട്രെസ് കാരണമായിരിക്കും നമ്മൾ ചില ആൾക്കാർ മദ്യപിക്കുന്നത്. അപ്പം ആങ്കർ മാനേജ്മെൻറ്റ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, അങ്ങനത്തെ കാര്യങ്ങൾ ചോദിച്ച് നമ്മൾ കൗൺസിലിങ്ങിൽ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ചില ആൾക്കാർ പറയും സ്ട്രെസ് കാരണമായിരിക്കും ഞാൻ മദ്യപിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇപ്പം മദ്യപാനം തുടങ്ങുന്നത് തന്നെ എങ്ങനെ ഒരു ഫ്രണ്ട്സിൻ്റെ ആയിരിക്കും, ഒരു സ്പാർക്കിലായിരിക്കും. അങ്ങനെ ഇതെന്താണ് സംഭവം എന്ന് അറിയാമെന്നുള്ളവരായത് തുടങ്ങിയത് പിന്നെ അത് അഡിക്ഷനിലോട്ട് മാറിപ്പോവുകയാണ്. അതിൽ നിന്നൊക്കെ ഫുള്ളി റിക്കവറായി എങ്ങനെ മാറിപ്പോവാം അതിനോട്ട് റിക്കവറി സ്കിൽസും കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ 4ാമത്തെ ആഴ്ച പോകുന്നത്. പിന്നെ ഡെയിലി ടോപ്പിക്സ് ഉണ്ട് ഇവർക്ക്. ഓരോ ദിവസം നമ്മൾ ഓരോ ടോപ്പിക്കിലായിരിക്കും. അപ്പോൾ അത് രാവിലെ കൗൺസിലിംഗ് സെഷൻ വരുമ്പം അവർ ആ ടോപ്പിക്കുമായിട്ടായിരിക്കും നമ്മളടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ അവർക്കുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളെല്ലാം നമ്മളുമായിട്ട് ഷെയർ ചെയ്യും. നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കൗൺസിലിംഗ് ഒക്കെ ചെയ്യും. ഇപ്പോൾ കൗൺസിലിംഗ് നടത്തിയതിനകത്ത് മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്, പൂർണ്ണമായിട്ടും മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. കൗൺസിലിംഗ് നടത്തിയിട്ട് മാറ്റങ്ങളുണ്ടാകാത്ത ആൾക്കാരെല്ലാം ഉണ്ടായിട്ടുണ്ടോ അനുഭവത്തിൽ? അങ്ങനെ സ്റ്റാർട്ടിങ് പീരീഡിലെല്ലാം അങ്ങനെ ആയിരിക്കും. കാരണം വന്നോടനെ ചിലപ്പം ഇവരെ സ്വന്തം ഇഷ്ടപ്രകാരം ആയിരിക്കത്തില്ല ഇങ്ങോട്ട് വരുന്നത്. അപ്പം കെട്ടി വെച്ചായിട്ട് ഞാൻ കൊണ്ടുവരുന്നു. ചില ആൾക്കാർ ആംബുലൻസിലേക്കുണ്ട്. അപ്പം ആദ്യമൊക്കെ നമ്മളുമായിട്ട് അവരൊന്ന് മിങ്കിളാവാൻ ഇച്ചിരി പാടായിരിക്കും. ആ ദിവസത്തിൽ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പം കൗൺസിലിങ്ങും ക്ലാസ്സൊക്കെ കഴിയുമ്പോൾ അവർക്ക് തന്നെ ഒന്ന് റിയലൈസ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, ഇന്ന കാര്യങ്ങൾ പ്രശ്നങ്ങളുണ്ട്. ചിലപ്പോൾ ആദ്യമൊക്കെ അവർ അക്സെപ്റ്റ് ചെയ്യത്തില്ല. നല്ല രീതിയിൽ അവർ ന്യായീകരിക്കാൻ തുടങ്ങും. എനിക്ക് വേറെ പ്രശ്നമില്ല, ഞാൻ അങ്ങനെ വലിയൊരു മദ്യപാനിയല്ല, അങ്ങനെ ഒരു രീതിയിലെല്ലാം പറയാൻ തുടങ്ങും. അപ്പം നമ്മൾ കുറച്ചായിട്ട് അത് കൗൺസിലിംഗ് കുറച്ച് ദിവസം കഴിയുമ്പോൾ അവരത് മനസ്സിലാക്കാൻ തുടങ്ങും. പിന്നെ ആദ്യത്തെ പോലെ ആയിരിക്കത്തില്ല. അവസാന നാളുകളാകുമ്പം അവർക്ക് നല്ല രീതിയിലൊരു മാറ്റങ്ങളായിരിക്കും വരുന്നത്. പോകുന്നില്ലെന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ജോലി കാരണം ഇനി പോകണം എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. കാരണം ഇവിടെ പുറത്ത് നിൽക്കുമ്പം സമയത്തിന് ആഹാരം അവർക്ക് കഴിക്കാൻ പറ്റത്തില്ല. ആഹാരം കഴിക്കാൻ തോന്നത്തില്ല. കാരണം ഫുള്ള് മദ്യപാനത്തിലായിരിക്കണം. ആഹാരം കഴിക്കാൻ പറ്റത്തില്ല, സമയത്തിന് എണിക്കാൻ പറ്റത്തില്ല. ചില ആൾക്കാർക്ക് രാവിലെ സിഗരറ്റ് മിതമായി യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് രാവിലെ ബാത്റൂമിൽ പോകാൻ പോലും ബുദ്ധിമുട്ടാണ്. ഇവിടെ വന്ന ശേഷം നമ്മൾ ടൈം ടേബിൾ പ്രകാരം രാവിലെ 6 മണി തൊട്ട് അവർക്ക് ആ ടൈം ടേബിൾ പ്രകാരമായിരിക്കും ഇവിടെ പോകുന്നത്. അപ്പം ഈ ചിട്ടയായിട്ടുള്ളൊരു ജീവിതം പോയതിന് ശേഷം ഇങ്ങനെ ഇവിടെ കൊള്ളായിരുന്നു, ഇവിടുന്ന് പോകണമെന്ന് തോന്നുന്നില്ല. സമയത്തിന് ഫുഡുണ്ട്, സമയത്തിന് ക്ലാസ്സുണ്ട്, നമ്മൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരാൻ കൗൺസിലേഴ്സുണ്ട്. എല്ലാ രീതിയിലും സൈലൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും അവർക്ക് ഇവിടുന്ന് പോയാലേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ അവർ അതുകൊണ്ട് ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ കുടുംബമായിട്ടാണ് അതിന് കൊണ്ടുവരുന്നത്. കുടുംബമായിട്ട് അപ്പം ചിലവർ തിരിച്ചു പോകാനായിട്ട് താല്പര്യം അവരൊക്കെ വന്ന് കൊണ്ടുപോകാറുണ്ടോ? ഈ അവർ കൊണ്ടുവന്ന് വെടിയേൽപ്പിച്ചിട്ട് പോയിട്ട് പിന്നെ തിരിച്ചു വന്ന് കൊണ്ടുപോകുന്നു, അങ്ങനെയല്ല അല്ല കൊണ്ടുപോയിരുന്നിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. കൊണ്ടുപോയിരുന്നിട്ട് പറഞ്ഞാൽ അവർക്ക് ഭയമായിരിക്കും. നിർത്തുമോ, വീണ്ടും പഴയ രീതിയിലാവുമോ എന്നുള്ള ഭയം. കുറച്ച് ദിവസം കൂടെ നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ പറയുന്ന ആൾക്കാരുണ്ട്. റീഹാബായിട്ട് വയലൻ്റ് ഒരുപാട് ചിലപ്പം മൾട്ടിപ്പിൾ റിലാപ്സിലോട്ട് പോയ ആൾക്കാർ, ഇതിനു മുമ്പ് വേറെ ഡിഅഡിക്ഷൻ സെൻ്ററിൽ ഉള്ള ഒരാളായിരിക്കാം. അമിതമായി ദേഷ്യപ്പെടും. വീട്ടുകാർക്കും നാട്ടുകാർക്കും അതുമായിട്ട് നല്ലൊരു പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് കാലഘട്ടത്തിൽ കുറച്ചുകൂടെ ഭീകരതയല്ലേ. അപ്പോൾ ആ കാലഘട്ടം അതുകൊണ്ടാണ് ചോദിച്ചത്. ഈ സമയത്ത് ചിലപ്പോൾ കൊണ്ടുവരുന്ന ആൾക്കാർ മാറിയിട്ട് ഈ എല്ലാ കൗൺസിലിംഗ് മറ്റു മരുന്നുകളെല്ലാം കഴിച്ചത് മാറി പൂർണ്ണമായിട്ടും ലഹരി മുക്തമായിട്ട് ആയതാണ് അയാളെ സ്വീകരിക്കാൻ ചില വീട്ടുകാർ ഭയമായിരിക്കും. അതെന്താണ് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവർ പറയും എനിക്കിപ്പോഴും പേടിയുണ്ട് പോകാൻ. പക്ഷേ അവർ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് കാണുമ്പം കണ്ട് സംസാരിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ പറയുന്ന ഒരു മാറ്റമുണ്ട്, കാര്യങ്ങൾ ഇവിടെ പറയുന്ന കാര്യങ്ങളുണ്ട്, നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. മെഡിസിൻ എടുക്കാനും പിന്നെ മീറ്റിംഗ്, ആൽക്കഹോളിക് അനോണിമസ് മീറ്റിങ്ങിന് സ്ഥിരമായിട്ട് പോവുകയും അവിടെ നമ്മളെ കാര്യങ്ങൾ മീറ്റിംഗ് ചെയ്യുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്ക് മദ്യപാനം നമ്മൾ എങ്ങനെയാണ് അഡിക്റ്റ് ആയത്, അത് കാരണം നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിൽ നമ്മൾ എങ്ങനെ മാറി. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം. അവിടെ പോയിട്ട് നമ്മളും ഷെയർ ചെയ്യണം. ബാക്കിയുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാൻ പറ്റും. അങ്ങനെ മീറ്റിങ്ങിനൊക്കെ പോയി നിൽക്കണം. അപ്പം അങ്ങനെ ചെയ്യാതെ പോകുന്ന ആൾക്കാരെ കുറിച്ചായിരിക്കും വീട്ടുകാർക്ക് പേടി വരുന്നത്. അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ കുറച്ച് ദിവസം ഇവിടെ നിർത്തിയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരും ഉണ്ട്. ഇത് പുതിയ തലമുറ മുഴുവൻ ഇപ്പം കുറച്ചേറെ 25% എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം മയക്കുമരുന്നും മദ്യത്തിനും മറ്റു കാര്യങ്ങൾക്ക് അടിമയാണ്. അപ്പോൾ അവരെ എങ്ങനെ നമുക്ക് ഇപ്പോൾ സർക്കാർ പലവിധ ലഹരി മുക്ത പരിപാടികളൊക്കെ നടത്തുന്നു. പല കോളേജുകളിലും സ്കൂളുകളിലൊക്കെ ആണ്. പക്ഷേ എങ്ങനെ ഇപ്പോൾ ഒരു കൗൺസിലിംഗ് നടത്തുന്ന ഒരാളെന്നില്ല എങ്ങനെ അതിനെ മുക്തമാക്കാം, പൂർണ്ണതയിലേക്ക് എത്തിക്കാം എന്നൊരു എങ്ങനെയാണ് ഐഡിയ എല്ലാം പറയാനുണ്ട്? പറയുവാണെങ്കിൽ നമ്മൾ ആദ്യമൊക്കെ ഈ സ്മോക്കിങ് കാരണം അല്ലെങ്കിൽ ലഹരി കാരണം മദ്യപാനം കാരണമുള്ള അവയർനെസ് പ്രോഗ്രാമാണ് നാട്ടിൽ കൂടുതലുണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒന്ന് മാറി വന്നപ്പോഴാണ് ഈ കഞ്ചാവും MDMA എന്നുള്ള കാര്യം ഇപ്പം നമ്മളെ കയ്യിൽ നിൽക്കാതെ ഇത് പിടിവിട്ട് പോയി. ഇപ്പം
സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ പോലും ഇതിൻ്റെ ബിസിനസ്സാണ് അവർക്ക്, അത്രത്തോളം പോയി. കാരണം ആദ്യമൊക്കെ ഒരു 18 വയസ്സ് കഴിഞ്ഞ അല്ലെങ്കിൽ 20-25 വയസ്സ് 30 വയസ്സായ ആൾക്കാരാണ് കഞ്ചാവ് ഉപയോഗിക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവർക്ക് അതിൻ്റെതായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന പിള്ളേർ പോലും 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ പോലും ഇപ്പം MDMA ഉപയോഗിക്കുന്നുണ്ട്, ഇഞ്ചെക്ഷൻസ് എടുക്കുന്നുണ്ട്, കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അത്രത്തോളം പിടിവിട്ട് പോയിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, കാരണം സർക്കാർ എന്താ പറയുക, വെട്ടിച്ച് ഇവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവർക്കൊണ്ട് പുറത്തുനിന്ന് സാധനങ്ങളാണ് ഇവർ ഇമ്പോർട്ട് ചെയ്യുന്നത്. അതിന് സർക്കാർ കുറച്ച് നിയമനിർണ്ണയം കുറച്ചും കൂടെ ശക്തമാക്കണമെന്നാണ് എൻ്റെ. ശക്തമാക്കിയാൽ ശിക്ഷകളും നിയമ നടപടികളും കുറച്ചും കൂടെ സ്ട്രോങ് ആക്കിയാൽ ഇത് ഇപ്പം, കാരണം ഈ ഒരു 2 ആഴ്ച നമ്മൾ നോക്കുമ്പം MDMA കാരണം ഉപയോഗിച്ച് കുറേ കേസുകൾ, ഇപ്പോൾ രാവിലെ നമ്മൾ ന്യൂസ് തുറന്നാൽ തന്നെ ഫുള്ള് ഡ്രഗ്സ് കൊലപാതകങ്ങളും, അവസാനം നോക്കുമ്പോൾ ഡ്രഗ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും എന്നാണ്. അപ്പം കുറച്ചും കൂടെ ശിക്ഷകൾ സ്ട്രോങ് ആക്കണം. ഗവൺമെൻറ് റൂൾസ്. മദ്യത്തിൻ്റെ ഒരു കാലഘട്ടം കഴിഞ്ഞു. മദ്യപാനിയൊന്നും ഇപ്പോൾ അങ്ങനെയല്ല, മദ്യത്തിന് അപ്പുറത്തേക്ക് മാറി. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? മദ്യം ഉപയോഗിക്കുന്നവരുടെ അതൊരു വലിയ കാര്യമായിട്ടൊന്നുമില്ല. മദ്യം ഏറ്റവും താഴെയാണ്. അപ്പോൾ അതിലൊക്കെ മുകളിലായി മയക്കുമരുന്ന് പൊടികളായി, വലിച്ചു കയറ്റുന്നതായി, ഇഞ്ചക്ഷനായി. അപ്പോൾ അതിലേക്ക് മാറിയതിനെ കുറിച്ച് എന്താണ് ഇപ്പോൾ അവരുടെ അങ്ങനെയുള്ള ഉപയോഗത്തിനെ കുറിച്ച് സർക്കാർ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ പുതിയ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതെന്ന് പറയാം? ഇപ്പം പിള്ളേരെ ഒരു കാര്യം നോക്കിയാൽ അവർ ഒരു സന്തോഷത്തിന് വേണ്ടിയായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർ പക്ഷേ പല പിള്ളേരും അറിയുന്നില്ല ഇത് അവരെ എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന്. കാരണം നമ്മൾ ഏതൊരു ലഹരി ഉപയോഗിച്ചാലും അത് ഫസ്റ്റ് നമ്മുടെ ബ്രെയിനിനെയാണ് ഡാമേജ് ചെയ്യുന്നത്. അപ്പം പിള്ളേരിപ്പം ഒരു സന്തോഷത്തിന് ഫ്രണ്ട്സിൻ്റെ കൂടെ ചേർന്നായിരിക്കും ഈ കഞ്ചാവ് ഉപയോഗിച്ച് തുടങ്ങുന്നത്. പക്ഷേ അത് നമ്മൾ കൂടുതൽ അഡിക്ഷനിലോട്ട് നയിക്കുന്നതാണ്. അപ്പോൾ അഡിക്റ്റായി പോയി. ഇപ്പം ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് വന്ന പിള്ളേർ പോലും പറയുന്നത്, സാറേ എൻ്റെ കൂടെ ലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ കഞ്ചാവ് വലിക്കുന്ന പിള്ളേരുണ്ട്, അവർക്ക് നിർത്തണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ അവർക്ക് നിർത്താൻ പറ്റുന്നില്ല.